കൂട്ടുകാരെ എല്ലാവർക്കും മാഷു ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതാ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് കൂട്ടുകാർക്ക് സെക്കൻഡ് ടേം എക്സാം ആവാനായിട്ടില്ലേ, അതിന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാ മക്കൾക്കും നിങ്ങളുടെ ടൈം ടേബിൾ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മുടെ പരീക്ഷയ്ക്കായിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇന്ന് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാര് അവരുടെ സെക്കൻഡ് ടേം എക്സാമിന് മലയാളവുമായി ബന്ധപ്പെടുത്തി പ്രധാനമായിട്ടും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ കൂട്ടുകാർക്ക് എക്സാം ഉണ്ടാവുക ഇന്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ടാണല്ലേ. ഉത്തരദിനം 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസമായിട്ടാണ് നമുക്ക് പരീക്ഷ ഉണ്ടാവാറല്ലേ. അതിലാണെങ്കിൽ നമുക്ക് ഗണിതത്തിലെയും അതുപോലെ തന്നെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിലെ ടീച്ചർ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ദിവസം ടീച്ചർ നമ്മുടെ ചാനലിലോട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യം കൂടി പഠിച്ചെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് മലയാളത്തിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ പാഠഭാഗത്ത് ഇലകളിലെ ഒരുപാട് ഇലകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇലകളുടെ പേരുകളൊക്കെ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? ഏതൊക്കെ ഇലകളാണ്? വാഴയില, തെങ്ങോല, പനയോല, തുളസിയില എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ തരം ഇലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഇലകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് സ്ഥിരമായി നമ്മുടെ ചോദ്യ പേപ്പറിൽ കണ്ടുവരാറുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ടീച്ചർ ഇപ്പം പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, നിങ്ങൾക്ക് മുന്നേ ഒരു വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ടീച്ചർ ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ മക്കൾക്ക് കാണാം ഒരുപാട് ഇലകളുടെ പേരുകൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഏതൊക്കെയാണ്? ചീര, തുളസി, മുരിങ്ങ, വാഴയില, തെങ്ങോല, കറ്റാർ വാഴയില, പനയോല, കുമ്പളമില, കുറുന്തോട്ടിയില, ഇങ്ങനെ ഒത്തിരി ഇലകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മക്കളത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതായിരുന്നു: ഈ തന്നിട്ടുള്ള ഇലകളെ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് തരംതിരിക്കാനാണ്. നമ്മൾ ഇലകളുടെ വിവിധ ഉപയോഗങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇലകൾ ഉപയോഗിക്കാറുള്ളത്? ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെയോ കളിപ്പാട്ടം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്തിനാണ് ഉപയോഗിക്കാറുള്ളത്? നമ്മൾ ആഹാരം പൊതിയാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഔഷധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വിവിധ തരം ഇലകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മക്കള് ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിട്ടുള്ള ഇലകളെ അവയുടെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതേ രീതിയിൽ തരംതിരിച്ച് എഴുതാണ് വേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നിട്ടുള്ള ഇലയുടെ കൂട്ടത്തിൽ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഇലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഏതൊക്കെയാ മക്കളെ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? ചീരയില ഏതിൽപ്പെടും? നമ്മള് ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ ചീര. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ചീര എന്നുള്ളത് ആഹാരത്തിന് എന്നുള്ള കുളത്തിൽ ഉപയോഗിക്കാം അല്ലെ. അടുത്തത് ഏതാണ്? തുളസിയിലയാണ്. തുളസിയില ഏതിൽ വരും മക്കളെ? നമ്മള് ഔഷധമായിട്ടാണ് തുളസിയില ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തുളസി ഈ ഒരു കോളത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇനി ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയുന്ന കൂട്ടുകാർ എന്ത് ചെയ്യാ? വീഡിയോ ഒന്ന് പോസ് ആക്കി വെച്ചിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിക്കേ, മുരിങ്ങയാണ്. മുരിങ്ങയില നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാറ്? നമ്മള് കറി വെക്കാനും അതുപോലെ തന്നെ തോരൻ വെക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എവിടെ എഴുതാം? ആഹാരത്തിന് എന്ന് പറഞ്ഞ കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം? മുരിങ്ങയില എഴുതാം അല്ലെ. മുരിങ്ങ. അടുത്ത നോക്കിക്കേ, ഏതാണ്? വാഴയിലയാണ്. വാഴയില നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് ആഹാരം പൊതിയാനും അതുപോലെ തന്നെ നമ്മള് ഭക്ഷണം വിളമ്പി കഴിക്കാനും അതുപോലെ അട ചുടാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വാഴയില ഉപയോഗിക്കില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ആഹാരം പൊതിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അവിടെ നമുക്ക് എന്ത് എഴുതാം? വാഴയില എന്ന് ഉൾപ്പെടുത്താം അല്ലെ. ഓക്കെ, അടുത്തത് ഏതാണ് മക്കളെ? തെങ്ങോലയാണ് അല്ലെ. തെങ്ങോല ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കളിക്കാനായിട്ട് വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ തെങ്ങോല ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് തെങ്ങോല ഏത് കോളത്തിൽ ഉൾപ്പെടുത്താം? ഇവിടെ കളിപ്പാട്ടത്തിന് എന്ന് തന്നിട്ടുള്ള കോളത്തിൽ നമുക്ക് എന്ത് ഉൾപ്പെടുത്താം? തെങ്ങോല ഉൾപ്പെടുത്താം അല്ലെ. ഓക്കെ, അടുത്തത് ഏതാണ് മക്കളെ? കറ്റാർ വാഴയാണ് അല്ലെ. കറ്റാർ വാഴയുടെ ഇല നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? നമ്മള് ഔഷധമായിട്ട് ഉപയോഗിക്കും അല്ലെ. ഔഷധമായിട്ട് ഉപയോഗിക്കും കറ്റാർ വാഴ. അടുത്തത് ഏതാണ്? പനയോലയാണ്. പനയോല നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? അതും നമ്മള് കളിപ്പാട്ടം നിർമ്മിക്കാനായിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? പനയോല ഉപയോഗിക്കാറുണ്ട് അല്ലെ.
ഓക്കെ, അടുത്തത് ഏതാണ്? കുമ്പളമില. കുമ്പളമില ഉണ്ട്, അതുപോലെ തന്നെ കുറുന്തോട്ടി ഉണ്ട് അല്ലെ. കുമ്പളത്തിന്റെ ഇല നമ്മൾ എന്തിനു ഉപയോഗിക്കും മക്കളെ? എന്തിനു ഉപയോഗിക്കും നമ്മള്? ആഹാരത്തിനായിട്ട് നമ്മള് കുമ്പളത്തിന്റെ ഇല നമ്മള് ഉപയോഗിക്കും അല്ലെ, കുമ്പളം. അടുത്തത് ഏതാണ്? ലാസ്റ്റ് വണ്ണാണ് കുറുന്തോട്ടി. കുറുന്തോട്ടി ഏതിൽ ഉൾപ്പെടുത്തും? ഔഷധത്തിനായിട്ട് ഉൾപ്പെടുത്തും അല്ലെ, കുറുന്തോട്ടി. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത്തരത്തില് സസ്യങ്ങളുടെ പേരുകൾ തന്നുകൊണ്ട് അല്ലെങ്കിൽ ഇലകളുടെ പേരുകൾ തന്നുകൊണ്ട് അവയെ എന്ത് ചെയ്യാൻ, അവയുടെ ഉപയോഗത്തിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറയും കേട്ടോ. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ മക്കൾ എന്ത് പഠിക്കുക? ഓരോ ഇലയുടെയും ഉപയോഗം എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഇലകളുടെ പേരുകൾ തരികയാണെങ്കിൽ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് ഇത്തരത്തില് തരംതിരിക്കാനായിട്ട് പഠിക്കുക കേട്ടോ. ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്? ആഹാരത്തിന് തന്നിട്ടുണ്ടായിരുന്നു, ഔഷധത്തിന്, അതുപോലെ തന്നെ കളിപ്പാട്ടം നിർമ്മിക്കാനായിട്ട്, പിന്നെ ആഹാരം പൊതിയാൻ അല്ലെ. ഈ ഒരു 4 ക്ലാസിഫിക്കേഷൻ ആണ് തന്നത് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ ഈ തന്നിട്ടുള്ളതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഓരോ ഇലകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളിപ്പോ ഇവിടെ എഴുതിയില്ലേ വാഴയില. വാഴയിലയുടെ പ്രയോജനം നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്? ആഹാരം പൊതിയാൻ എന്നതാണ് അല്ലെ. ആ ഒരു പ്രയോജനം മാത്രമാണ് വാഴയില കൊണ്ട് നമുക്കുള്ളത്. ആണോ? മക്കളൊന്ന് ഓർത്ത് നോക്കിക്കേ. അല്ല അല്ലെ, നമ്മൾ ആഹാരം പൊതിയാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആഹാരം വിളമ്പി കഴിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വീട്ടില് നമ്മുടെ അമ്മമാരൊക്കെ അട ചുടാനൊക്കെ ആയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? വാഴയുടെ ഇല ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇത്തരത്തില് ഓരോ ഇലകൾക്കും ഒന്നിലധികം പ്രയോജനങ്ങളില്ലേ? ആ പ്രയോജനങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം നമുക്ക് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മക്കൾക്ക് എങ്ങനെയാ വന്നതെന്ന് വെച്ചാല് ഒരു പട്ടിക തന്നു, എന്നിട്ട് അതിന്റെ ഒരു കോളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് ഇലകളുടെ പേരുകൾ കൊടുത്തു. തൊട്ടടുത്തുള്ള കോളത്തിൽ മക്കളെടുത്ത് അവയുടെ പ്രയോജനങ്ങൾ ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാല്ലേ. നമ്മളിപ്പം പറഞ്ഞു വാഴയില പറഞ്ഞു, അവയുടെ പ്രയോജനങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കിക്കേ. എന്തൊക്കെയാണ്? ആഹാരം പൊതിയാൻ, അതുപോലെ തന്നെ ആഹാരം വിളമ്പി കഴിക്കാൻ, പിന്നെന്താണ്? അട ചുടാനൊക്കെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ തെങ്ങോല പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. തെങ്ങോല, തെങ്ങിന്റെ ഓല അല്ലെ. അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? കളിപ്പാട്ടത്തിനായിട്ട് നമ്മൾ തെങ്ങോല ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെയോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? തെങ്ങോലയുടെ മുകളിലുള്ള ഈളൊക്കെ വെച്ചിട്ട് വീട്ടില് അമ്മമാര് ചൂലുണ്ടാക്കുന്നത് കണ്ടില്ലേ. അപ്പൊ നമ്മൾ ചൂലുണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കാറുണ്ട്? തെങ്ങോല ഉപയോഗിക്കാറുണ്ട് അല്ലെ. അത്തരത്തില് മക്കൾ എന്ത് ചെയ്യാ? ഓരോ ഇലകളുടെ പ്രയോജനങ്ങളും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഒരുപാട് ചെടികളുടെ പേരുകൾ തന്നുകൊണ്ട് ഓരോന്നിന്റെയും നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളുടെ പേരുകൾ കണ്ടെത്താനായിട്ട് കേട്ടോ. നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ വിവിധ തരം ചെടികളും അതുപോലെ തന്നെ അവയുടെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് മക്കൾക്ക് വന്നിട്ടുള്ളത്. ഇതേ കണക്കായിരുന്നു. ഇതുപോലെ കുറെ ചെടികളുടെ പേരുകൾ തരികയും അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് ഇത്തരത്തിൽ എന്ത് ചെയ്തു? ഒരു പട്ടിക തന്നു. എന്നിട്ട് വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കമ്പ് തണ്ട് നട്ടിട്ടുണ്ടാവുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കിഴങ്ങ് നട്ടിട്ടുണ്ടാവുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് പട്ടികപ്പെടുത്താനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയുന്ന മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ പോസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് സ്വയം എന്ത് ചെയ്യുക? നിങ്ങളുടെ ഏതെങ്കിലും ഒരു റഫ് പുസ്തകം എടുത്തു വെച്ചിട്ട് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഉത്തരമൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നോക്കിക്കേ മക്കളെ. നമുക്ക് തന്നിട്ടുള്ള സസ്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം അല്ലെ. ഏതൊക്കെയാണ്? ചീര, ചെമ്പരത്തി, ചേന, പയർ, മത്തൻ, മരച്ചീനി, കരിമ്പ്, മുല്ല അല്ലെ. ഇത്രയും സസ്യങ്ങളുടെ പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വിത്ത് നട്ടുണ്ടാവുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം അല്ലെ. ഏതൊക്കെയാ മക്കളെ? ആദ്യം നമുക്ക് തന്നിട്ടുള്ള സസ്യം ഏതാണ്? ചീരയാണ്. ചീര അല്ലെ. ചീര എന്ത് നട്ടിട്ടാണ് ഉണ്ടാവാറുള്ളത്? വിത്ത് നട്ടിട്ടുണ്ടാവുന്ന സസ്യമാണ് ഇത് ചീര. അപ്പൊ നമുക്ക് ആദ്യത്തെ കുളത്തിൽ എഴുതാം അല്ലെ. അടുത്തത് ഏതാണ് മക്കളെ? ചെമ്പരത്തിയാണ് തന്നിട്ടുള്ളത് അല്ലെ. ചെമ്പരത്തി എല്ലാ കൂട്ടുകാരുടെയും വീട്ടിലുള്ള ഒരു ചെടിയല്ലേ ചെമ്പരത്തി. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കല്ലോ. അതിന്റെ ഏത് ഭാഗമാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്? ഏത് ഭാഗമാണ്? വിത്താണോ? അല്ല അല്ലെ. എന്താണ്? അതിന്റെ കമ്പാണ് അഥവാ അതിന്റെ തണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നടാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഏതാണ് ഇവിടെ എഴുതേണ്ടത് മക്കളെ? ചെമ്പരത്തി. അടുത്ത നോക്കിക്കാൻ മക്കളെ, ഏതാണ്? ചേനയാണ് തന്നിട്ടുള്ളത്. ചേനയുടെ ഏത് ഭാഗമാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കാറുള്ളത്? ചേനയുടെ ഏത് ഭാഗമാണ്? ചേനയുടെ കിഴങ്ങാണ് നമ്മള് നടാനായിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അടുത്ത നോക്കിക്കാൻ മക്കളെ, പയറാണ്.
പയറിന്റെ ഏത് ഭാഗമാണ് നടുക? കമ്പാണോ? അല്ല അല്ലെ. ഏതാണ്? പയറിന്റെ വിത്താണ് നമ്മള് നടാനായിട്ട് ഉപയോഗിക്കുക അല്ലെ. പയറിന്റെ വിത്താണ് നമ്മള് നടാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് ഏതാണ് മക്കളെ? മത്തൻ. മത്തന്റെയും ഏത് തന്നെയാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്? മത്തന്റെയും വിത്ത് തന്നെയാണ് നമ്മള് നടാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അടുത്തത് മരച്ചീനിയാണ്. മരച്ചീനിയുടെ ഏത് ഭാഗമാണ് നടാൻ നമ്മൾ ഉപയോഗിക്കുക? ഏതാണ്? മരച്ചീനിയുടെ കമ്പ് അഥവാ തണ്ടാണ് നമ്മള് നടാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. മരച്ചീനി നമ്മള് ചിലരൊക്കെ അതിനെ കപ്പാന്നും പൂളാന്നൊക്കെ പറയൂ അല്ലെ. എന്താണ്? മരച്ചീനിയുടെ കമ്പ് അഥവാ തണ്ടാണ് നമ്മള് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കിക്കേ മക്കളെ, ഏതാണ്? കരിമ്പാണ്. കരിമ്പിന്റെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കരിമ്പിന്റെയും തണ്ടാണ് നമ്മള് നടാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. കരിമ്പിന്റെ തണ്ടാണ് നടാനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഭാഗം. അടുത്തത് ഏതാണ് മക്കളെ? മുല്ലയാണ്. മുല്ലച്ചെടിയുടെ ഏത് ഭാഗമാണ് നടുന്നത്? മുല്ലച്ചെടിയുടെയും കമ്പ് ആണ് നമ്മള് നടാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിട്ടുള്ള ഓരോ സസ്യങ്ങളുടെയും നടാൻ ഉപയോഗിക്കുന്ന ഭാഗം ഏതാന്ന് കണ്ടെത്തിയിട്ട് പട്ടികപ്പെടുത്തിയില്ലേ. വിത്ത് നട്ടുണ്ടാവുന്നതാണ് ഏതൊക്കെ? ചീര, പയർ, അതുപോലെ തന്നെ മത്തൻ. അടുത്തത് കമ്പ് അഥവാ തണ്ട് നട്ടുണ്ടാവുന്ന ചെടികളാണ് ചെമ്പരത്തി, മരച്ചീനി, കരിമ്പ്, മുല്ല അല്ലെ. അതിനുശേഷം കിഴങ്ങ് നട്ടിട്ടുണ്ടാവുന്നത് ഏതാണ് മക്കളെ? ചേന. ഇവിടെ കിഴങ്ങ് എഴുതിയത് ചേനയാണ്. എന്ത്? കിഴങ്ങ് നട്ടിട്ടുണ്ടാവുന്ന സസ്യം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ മക്കളെ, അപ്പം ഇതാണ് നമുക്ക് ചെടികളും അതുപോലെ തന്നെ അവ നടാൻ ഉപയോഗിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മക്കള് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇലമുളച്ചി എന്ന് പറയുന്ന സസ്യം അല്ലെ. ഇലമുളച്ചി ഏത് ഭാഗം നട്ടിട്ടാണ് ഉണ്ടാവുന്നത്? ഇലമുളച്ചിയുടെ ഇലയാണ് നമ്മള് നടാൻ ഉപയോഗിക്കുന്ന ഭാഗം അല്ലെ. അപ്പൊ ആ കാര്യം കൂടി മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. വിത്ത് നട്ടുണ്ടാവുന്ന സസ്യങ്ങള്, കമ്പ് നട്ടിട്ടുണ്ടാവുന്ന സസ്യങ്ങള്, കിഴങ്ങ് നട്ടിട്ടുണ്ടാവുന്ന സസ്യങ്ങൾ, അതുപോലെ തന്നെ ഇല മുളച്ചിട്ട് ഉണ്ടാവുന്ന സസ്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങൾ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കള് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് കടങ്കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ മക്കൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഉത്തരം എഴുതാനായിട്ട് പറയാം. അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഒരു കോളങ്ങളൊക്കെ തന്നെ, അതായത് ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? പദപ്രശ്നം എന്ന് പറയും അല്ലെ. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വരാം? കടങ്കഥകൾ ചോദ്യമായിട്ട് തന്നിട്ട് അവയുടെ ഉത്തരങ്ങള് ഇതിന്റെ ഉള്ളിൽ എഴുതാനായിട്ടും ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കടങ്കഥകൾ ടീച്ചർ പറയാം. അപ്പൊ ഉത്തരം അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കിയിട്ട് കമന്റ് ബോക്സിൽ ആൻസർ പറയാം കേട്ടോ. നോക്കിക്കാം മക്കളെ, ഡോക്ടർ വന്ന് കുത്തിവെച്ചു, ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. ഡോക്ടർ വന്ന് കുത്തിവെച്ച് ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. എന്താണ് മക്കളെ ഉത്തരം? എന്താണ് ഉത്തരം? അറിയുന്നവർ എന്ത് ചെയ്യാം? നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. എന്തായിരിക്കും ഉത്തരം? കൊതുകാണ് അല്ലെ. ഡോക്ടർ വന്ന് കുത്തിവെച്ചു, ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. ആൻസർ എന്താണ് വരുന്നത്? കൊതുകാണ് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതായിരുന്നു: വാർത്തകൾ പറയും ചെങ്ങാതി, പാട്ടുകൾ പാടും ചെങ്ങാതി, നാട്ടുകാരെ വീട്ടിൽ കാണിക്കും, വീട്ടിലിരിക്കും ചെങ്ങാതി. ചോദ്യം മനസ്സിലായോ? ഉത്തരം അറിയുന്നവർ എന്ത് ചെയ്യാ? നമ്മുടെ കമന്റ് ബോക്സിൽ പറയാ കേട്ടോ. ഒരിക്കൽ കൂടി നോക്കിക്കേ. വാർത്തകൾ പറയും ചെങ്ങാതി, പാട്ടുകൾ പാടും ചെങ്ങാതി, നാട്ടുകാരെ വീട്ടിൽ കാണിക്കും, വീട്ടിലിരിക്കും ചെങ്ങാതി. എന്താണ് മക്കളെ ഉത്തരം? എന്താണ്? നമ്മുടെ TV ആണല്ലേ ഉത്തരം വരുന്നത്. ടെലിവിഷൻ ആണ് കേട്ടോ. TV ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇത്തരത്തിൽ രണ്ട് കടങ്കഥകൾ തന്നിട്ട് അതിന്റെ ഉത്തരം മക്കളടുത്ത് സ്വയം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കടങ്കഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മക്കളടുത്ത് എന്ത് ചെയ്യും? കടങ്കഥയുടെ ഉത്തരം തരും. എന്നിട്ട് അത് ഉത്തരമായിട്ട് വരുന്ന കടങ്കഥകൾ മക്കളടുത്ത് സ്വയം എഴുതാനായിട്ട് പറയൂ കേട്ടോ. നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം തവളെ, അതുപോലെ തന്നെ ചേന, ഇതൊക്കെ ഉത്തരമായിട്ട് വരുന്ന കടങ്കഥകൾ മക്കളടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? കുറെ കടങ്കഥകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ചിലപ്പോൾ മക്കളടുത്ത് സ്വയം എഴുതാനായിട്ടും പറയാം. ചോദ്യങ്ങൾ തന്ന് ഉത്തരം എഴുതാൻ പറയാം. ഉത്തരങ്ങൾ തന്നിട്ട് അതിന് യോജിച്ച രീതിയിൽ കടങ്കഥ എഴുതാനും പറയാം. അല്ലെങ്കിൽ മക്കൾക്ക് സ്വയം ഒരു കടങ്കഥ എഴുതിയിട്ട് അതിന്റെ ഉത്തരവും എഴുതാനായിട്ട് പറയാം കേട്ടോ. ഈ 3 രീതിയിലാണ് കടങ്കഥകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? നന്നായിട്ട് ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ.
ഓക്കെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് രോഗങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് രോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പകരുന്ന രോഗങ്ങളെ കുറിച്ചും പകരാത്ത രോഗങ്ങളെ കുറിച്ചും വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളെ കുറിച്ചും വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ വർഷങ്ങളിലും ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് കേട്ടോ. മക്കൾക്ക് മുന്നേ ഒരു വർഷം ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. ഒരുപാട് രോഗങ്ങളുടെ പേരുകൾ ഇത്തരത്തിൽ തന്നു. എന്നിട്ട് ആ രോഗങ്ങളെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്താനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. നോക്കിക്കേ മക്കളെ, ക്ഷയം, ചിക്കൻ ഗുനിയ, തലവേദന, മന്ത്, വയറുവേദന, മലമ്പനി, ജലദോഷം, കോളറ, പ്രമേഹം, എലിപ്പനി, വാദം, ടൈഫോയിഡ്, ഇങ്ങനെ ഒരുപാട് രോഗങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മക്കൾക്ക് ഈ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള രോഗങ്ങളുടെ പേരുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്നിട്ട് ഈ രോഗങ്ങളെ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പകരുന്ന രോഗങ്ങളെന്നോ പകരാത്ത രോഗങ്ങളെന്നും തരംതിരിക്കുക എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാം. ചിലപ്പോൾ മക്കളെടുത്ത് പറയുന്നത് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തരംതിരിക്കുക എന്ന് മാത്രമായിരിക്കും. എങ്ങനെയായാലും മക്കൾ എന്ത് ചെയ്യുക, ഈ രോഗങ്ങളെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിൽ ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ, ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ, ഇനിയിപ്പോ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നിട്ടുള്ള ഈ അസുഖങ്ങളെ പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും തരംതിരിച്ചു നോക്കാം അല്ലെ. നോക്കിയ മക്കളെ, ഇതിൽ ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങള്, ഏതൊക്കെയാണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അറിയുന്ന കൂട്ടുകാര് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ആൻസർ പറഞ്ഞു നോക്കുക കേട്ടോ. ഓക്കെ, പകരുന്ന രോഗങ്ങൾ നോക്കിക്കേ, ക്ഷയം, ചിക്കൻ ഗുനിയ, മന്ത്, മലമ്പനി, ജലദോഷം, കോളറ, കോവിഡ്, എലിപ്പനി, ടൈഫോയിഡ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പകരുന്ന രോഗങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കോവിഡ് തന്നിട്ടില്ല അല്ലെ, കോവിഡ് വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്ക് ഏതൊക്കെയാണ്, ക്ഷയം, ചിക്കൻ ഗുനിയ, മന്ത്, മലമ്പനി, ജലദോഷം, കോളറ, എലിപ്പനി, ടൈഫോയിഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള രോഗങ്ങളിൽ പകരുന്ന രോഗങ്ങൾ. ഇനി നമുക്ക് തന്നിട്ടുള്ളതിൽ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? തലവേദന പകരുമോ? ഇല്ല അല്ലെ. തലവേദന, അതുപോലെ തന്നെ വയറുവേദന, പ്രമേഹം, പല്ലുവേദന, വാദം, ഇത്രയും രോഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യില്ല, പകരില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, രോഗങ്ങളെ പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും ക്ലാസിഫൈ ചെയ്തു അല്ലെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഒത്തിരി കൂട്ടുകാര് മാർക്ക് വെറുതെ കളയുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ് കേട്ടോ. ഈ അസുഖങ്ങളുടെ പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരുവിധം കൂട്ടുകാർ എന്ത് ചെയ്യും, ആ ഒരു പ്രവർത്തനം ചെയ്യാതെ പോകുന്നത് കണ്ടുവരാറുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, പേടിക്കാനൊന്നുമില്ല. ഈ കുറച്ച് അസുഖങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ തന്നെ മുഴുവൻ മാർക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് മൃഗങ്ങളും അതുപോലെ തന്നെ അവയുടെ സഞ്ചാര രീതിയുമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ജീവികളെയും അതുപോലെ അവയുടെ സഞ്ചാര രീതിയും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നോ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ചോദ്യം വരാം കേട്ടോ. നിങ്ങൾക്ക് മുന്നേ ഒരു വർഷം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, കാട്ടിലെ ഒരുപാട് കൂട്ടുകാര്. ആരൊക്കെയാണ് കാട്ടിലെ കൂട്ടുകാർ എന്ന് പറയുമ്പം മാന്, മുയല്, തത്ത, കുയില്, മയില്, സിംഹം, കടുവ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ജീവികൾ ഉണ്ടായിരിക്കില്ലേ കാട്ടില്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യാണ്, ഒരു പിറന്നാളിന് പോവാണ് കേട്ടോ. എന്ത് ചെയ്യാണ്, കാട്ടിലെ കൂട്ടുകാരെല്ലാരും കൂടി എന്ത് ചെയ്യാണ്, ഒരു പിറന്നാളിന് പോവാണ്. അപ്പൊ പിറന്നാൾ എന്ന് പറയുന്നത് കുറച്ച് അകലെയുള്ള സ്ഥലത്താണ്. അപ്പം എല്ലാ ജീവികളും എങ്ങനെയൊക്കെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. ചില ആളുകൾ എങ്ങനെ പോയിട്ടുണ്ടായിരിക്കും, നടന്ന് പോയിട്ടുണ്ടായിരിക്കില്ലേ. ചില കൂട്ടുകാർ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടായിരിക്ക, പറന്ന് പോയിട്ടുണ്ടായിരിക്കില്ലേ. ചില കൂട്ടുകാർ എങ്ങനെ പോവും, ഇഴഞ്ഞു പോയിട്ടുണ്ടായിരിക്കില്ലേ. അതായത് ഓരോ ജീവികളുടെയും സഞ്ചാര രീതി വ്യത്യസ്തമാണ്. അപ്പൊ മക്കൾക്ക് എന്ത് തരും, ഇത്തരത്തില് ഒരുപാട് ജീവികളുടെ പേരുകളോ ചിത്രങ്ങളോ തന്നിട്ട് അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് പട്ടികപ്പെടുത്താനായിട്ട് പറയും കേട്ടോ. ജീവികളെ അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് പട്ടികപ്പെടുത്താനായിട്ട് പറയും. നോക്കിക്കേ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇഴഞ്ഞു പോകുന്ന കുറച്ച് കൂട്ടുകാരുടെ പേരുകളൊന്ന് മക്കൾ പറഞ്ഞു നോക്കിക്കേ. ആരൊക്കെയാണ് ഇഴഞ്ഞിഴഞ്ഞ് സഞ്ചരിക്കുക? ആരൊക്കെയാണ്? പാമ്പ്, അതുപോലെ തന്നെ പല്ലി, പിന്നെയോ തേരട്ട, ഒച്ച്,
ചേര അല്ലെ, ഇതൊക്കെ എന്താണ് മക്കളെ? ഇഴഞ്ഞിഴഞ്ഞ് സഞ്ചരിക്കുന്ന കൂട്ടുകാരാണ് അല്ലെ. അപ്പൊ മക്കള് ഓർത്തിരിക്കുക കേട്ടോ. ഇഴഞ്ഞു പോകുന്ന ജീവികളുടെ പേരുകൾ മക്കൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവരുടെ പേരുകളായിരിക്കും തരിക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രയാസമല്ല, മക്കൾക്ക് ജസ്റ്റ് നോക്കിയിട്ട് പകർത്തി എഴുതാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിത്രങ്ങളായിരിക്കും തരിക. ഇപ്പൊ ചിത്രങ്ങൾ തരികയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? അവരുടെ പേരുകൾ എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഇഴഞ്ഞു പോകുന്ന കൂട്ടുകാരുടെ പേരുകൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഒരുപാട് പേര്. ഓക്കെ, ഇനി മറ്റൊരു സഞ്ചാര രീതിയാണ് എന്ത്? നടന്ന് പോകുന്നവരില്ലേ. ആരൊക്കെയായിരിക്കും മക്കളെ നടന്നു പോകുന്നവര്? ആരൊക്കെയായിരിക്കും? ആന എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക? നടന്നായിരിക്കും പോയിട്ടുണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ മാൻ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക? നടന്നായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക അല്ലെ. അതുപോലെ തന്നെ ആട്, പശു ഇത്തരത്തിലുള്ള ജീവികളൊക്കെ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക മക്കളെ? നടന്നായിരിക്കും നമ്മുടെ പിറന്നാള് കൂടാനായിട്ട് പോയിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇഴഞ്ഞു പോയിട്ടുള്ള കൂട്ടുകാരെ പറഞ്ഞു, പിന്നെ നടന്നു പോയിട്ടുള്ള കൂട്ടുകാരെ പറഞ്ഞു. കഴിഞ്ഞോ? നമ്മുടെ കാക്കയും കുയിലൊക്കെ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക? ഇഴഞ്ഞാണോ? അല്ല അല്ലെ. നടന്നാണോ? അല്ല അല്ലെ. അവര് എങ്ങനെ സഞ്ചരിക്കുന്ന ആളുകളാണ്? പറന്നു പോകുന്ന ആളുകളാണ് അല്ലെ. അപ്പം പറക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടികയുടെ മക്കള് തിരിക്കണം കേട്ടോ. അതിൽ ആരൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? നമ്മൾ പറഞ്ഞു കാക്കയെ ഉൾപ്പെടുത്താം, കുയിലിനെ ഉൾപ്പെടുത്താം, പിന്നെ ആരൊക്കെ ഉൾപ്പെടുത്താം? പ്രാവ്, മൈന, കൊക്ക് തുടങ്ങിയ പക്ഷികളെ എല്ലാം എന്തിൽ നമുക്ക് ഉൾപ്പെടുത്താം? പറന്നു പോകുന്നവർ എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണല്ലോ. അപ്പം ഇഴയുന്നവര്, പറക്കുന്നവര്, നടക്കുന്നവര്, അതുപോലെ വേണമെങ്കിൽ നമുക്ക് ചാടുന്നവര് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉൾപ്പെടുത്താം അല്ലെ. ആരൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം? തവള ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ കുരങ്ങൻ ഉൾപ്പെടുത്താം, മുയൽ ഉൾപ്പെടുത്താം അല്ലെ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചാടുന്നവർ എന്ന് പറയുന്ന കോളം നമുക്ക് തരികയാണെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെയും ഒരു ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? ഓരോ ജീവികളും അതുപോലെ തന്നെ അവയുടെ സഞ്ചാര രീതിയും മക്കളൊന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ജീവികളും അതുപോലെ തന്നെ അവയുടെ സഞ്ചാര രീതിയും എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റ് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചിലപ്പം വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാവുന്ന ഒരു പ്രവർത്തനം വരും കേട്ടോ. വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാവുന്ന ഒരു പ്രവർത്തനം തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പാട്ടിൽ ഒരു 4-5 വരികൾ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിലോട്ട് യോജിക്കുന്ന രീതിയിൽ കൂടുതൽ വരികൾ എടുത്ത മക്കളോട് സ്വയം എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പൊ മക്കൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പാട്ടിലെ വരികൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിലെ ഈണത്തിനോടും താളത്തിനോടും യോജിക്കുന്ന രീതിയിലുള്ള വരികൾ എന്ത് ചെയ്യുക? മക്കള് എഴുതി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ വരികൾ ചേർക്കാൻ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അതിലൊരു സൂചന എന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ച് ചിത്രങ്ങളൊക്കെ തരാം. ആ ചിത്രത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വരികൾ കൂടുതൽ കൂട്ടി എഴുതാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. അത് നമ്മൾ മുന്നേ കണ്ടുവരുന്ന ചോദ്യമാണ്, വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മക്കൾ നോക്കുക കേട്ടോ. ടീച്ചർ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ കാണാനും മക്കൾക്ക് എന്ത് ചെയ്യാം? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൂടി വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഥ പൂർത്തീകരിച്ച് എഴുതാനുള്ള ഒരു പ്രവർത്തനവും പൊതുവെ കണ്ടുവരാറുണ്ട് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു കഥയുടെ പകുതി ഭാഗം തരും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കഥയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ചേർത്ത് ആ ഒരു കഥ പൂർത്തീകരിച്ച് എഴുതാനായിട്ട് പറയും കേട്ടോ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളായിരിക്കും മിക്കവാറും തീരെ. ഇനി അല്ലെങ്കിൽ നമുക്ക് അല്ലാതെയും വരാം കേട്ടോ. എങ്ങനെയായാലും മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ തന്നിട്ടുള്ള കഥ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് എന്തായിരിക്കും പിന്നീട് സംഭവിച്ചിട്ടുണ്ടാക്കി എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടെത്തിയിട്ട് കഥ പൂർത്തീകരിച്ച് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കഥകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മക്കൾ എന്ത് ചെയ്യുക? ഒരുപാട് എഴുതാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് പൂർത്തീകരിച്ച് എഴുതാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു കഥ പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനത്തിൽ വരുന്ന മറ്റൊരു കാര്യമാണ്, ഈ കഥയൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം കഥയ്ക്ക് യോജിച്ച രീതിയിൽ ഒരു തലക്കെട്ട് നൽകാനായിട്ടും പറയാം കേട്ടോ. ആ ഒരു തലക്കെട്ട് നൽകാനുള്ള ചോദ്യത്തിന് മക്കൾക്ക് എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഇനിയിപ്പോ കഥയൊക്കെ ഒരുപാട് എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു കഥയ്ക്ക് നിങ്ങൾ തലക്കെട്ടെങ്കിലും കൊടുക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 മാർക്ക് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും കേട്ടോ. കഥ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഹെഡിങ് തന്നെ കൊടുക്കാനായിട്ട് മക്കള് മറക്കരുത് കേട്ടോ.
ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവരണം എഴുതാനായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. വിവരണം എന്നൊന്ന് കേൾക്കുമ്പോൾ മക്കൾ പേടിക്കേണ്ട കാര്യമില്ല. ടീച്ചർ ഇനി അടുത്തൊരു വീഡിയോയിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വിവരണങ്ങൾ മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ ടീച്ചർ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക, വിവരണം എഴുതാനായിട്ട് മക്കൾക്ക് ചോദിക്കുക കേട്ടോ. നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, ഒരു പൂന്തോട്ടത്തിന്റെ ചിത്രം തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിണ്ടനെ ഓർമ്മയില്ലേ? അപ്പം ചിണ്ടന്റെ പൂന്തോട്ടത്തിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം മക്കളെടുത്ത് പറയാം, ആ തന്നിട്ടുള്ള പൂന്തോട്ടത്തിന് നിറം നൽകാനായിട്ട് പറയും. എന്നിട്ട് അതിനുശേഷം നിറം നൽകിയ ശേഷം ആ പൂന്തോട്ടത്തെ കുറിച്ച് ഒരു വിവരണം എഴുതി തയ്യാറാക്കാനായിട്ട് പറയും. മക്കൾ പേടിക്കൊന്നും വേണ്ട, എന്ത് എഴുതാൻ മതി, നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് അവിടുന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഒരു പൂന്തോട്ടം എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അവിടെ? ഒരുപാട് പൂക്കൾ ഉണ്ടായിരിക്കും, പൂമ്പാറ്റകൾ ഉണ്ടായിരിക്കും, പിന്നെ ചിലപ്പോൾ വലിയ മരങ്ങൾ ഉണ്ടായിരിക്കും, കിളികൾ ഉണ്ടായിരിക്കും, ചിലപ്പം ആ ഒരു സൈഡിൽ നിന്ന് കൂട്ടുകാർ കളിക്കുന്നുണ്ടായിരിക്കും. അതിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂലേ. അപ്പൊ ആ ഒരു ചിത്രത്തില് കാണുന്ന കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് വാക്യത്തിലാക്കി എഴുതിയാൽ മതി കേട്ടോ. എങ്കിൽ തന്നെ മക്കൾക്ക് നല്ല സ്കോർ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പൊ വിവരണം തയ്യാറാക്കാനുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് കണ്ടുവരാറുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം കൂടി ടീച്ചർ പറയട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് സംഭാഷണം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സംഭാഷണം എന്നൊന്ന് പറയുമ്പോൾ മക്കള് പേടിക്കേണ്ട കാര്യമില്ല, ഒരുപാടൊന്നും നിങ്ങൾക്ക് എഴുതാനായിട്ട് ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ തന്നെ പകുതിയിലും കൂടുതൽ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ വിട്ടുപോയിട്ടുള്ള ഒന്നോ രണ്ടോ വാക്യങ്ങളൊക്കെ മക്കൾക്ക് എഴുതി ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്നായിരിക്കും വരിക. എങ്ങനെയായാലും മക്കൾ എന്ത് ചെയ്യുക, തന്നിട്ടുള്ള സംഭാഷണം ഒന്ന് വായിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, തന്നിട്ടുള്ള ആ ഒരു ഡയലോഗിൽ ചോദ്യം എന്നുള്ള രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ ഉത്തരം എന്നുള്ള രീതിയിൽ മക്കൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു സംഭാഷണത്തിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്റഗ്രേഷൻ അഥവാ ഉത്കൃതനം എന്ന പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് സമയമുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, വേഗം കളികളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പതിയെ പതിയെ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളമാണ് പഠിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കള് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ടീച്ചർ ഇതേ കണക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, വേഗം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക കേട്ടോ. ഒട്ടും വൈകാതെ തന്നെ ടീച്ചർ അടുത്ത ദിവസം നിങ്ങളുടെ ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.